ഇന്ന് അൽ അസർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കടൽ തിരമാല ഇരുമ്പുന്നതുപോലെ ആർത്തിരമ്പും ജനം. കാരണം ഇന്ന് കണ്ണും കാതും മുഖം കൂർപ്പിച്ച് 60 മിനിറ്റ് കേരളയുടെ ഇരുമ്പ് കാലുകൾ മുറുക്കി പിടിച്ച് കളി കാണേണ്ടി വരും. ഇന്ന് 2 വമ്പൻ പടയാണ് അൽ അസറിൻ്റെ കളിക്കളത്തിൽ ഇറങ്ങുന്നത്. അഖിലേന്ത്യയിലെ എല്ലാ വമ്പന്മാരെയും വിറപ്പിച്ച ആ പ്രമുഖ ടീം ചെറുപ്പുളശ്ശേരിയിൽ നിന്നും അയ്യൂബിൻ്റെ കയ്യും പിടിച്ച് പുത്തൂർ പാടത്തെ അൽ അസർ ഫെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ അരങ്ങ് തകർക്കാൻ വരുന്നുണ്ടവർ. അൽ മദീന ചെറുപ്പുളശ്ശേരി, മറുവശത്ത് ഉഗാണ്ട, ലൈബീരിയ, SPT, അങ്ങനെ കേരളത്തിൻ്റെ അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റൊരു പടയുമായി കളിക്കളത്തിലെ കാണികൾക്ക് ആവേശം നൽകിക്കൊണ്ട് മിന്നും വേഗത്തിൽ കുതിപ്പോടുകൂടി പറമ്പിൽ പീടികയിൽ നിന്നും ആ വമ്പൻ ടീം ഉദയ പറമ്പിൽ പീടികയും ഗ്രൗണ്ടിലെത്തുന്നതോടെ പ്രേക്ഷകരെ കളിയുടെ ആവേശത്താൽ കേരളയുടെ കാലുകൾ ആടിയുലയുന്ന ആ പൊരിഞ്ഞ പോരാട്ടത്തിന് വേണ്ടി ബൂട്ടണിയാൻ അൽ മദീന ചെറുപ്പുളശ്ശേരിക്ക് വേണ്ടി ഗോൾ കീപ്പർ ഐ ലീഗ് താരം ആസ്ഫർ, സ്റ്റോപ്പർ ബാക്ക് ലൈബീരിയൻ താരം ഡെക്കോ, മങ്കട ഷെഫീർ, കൽപ്പകഞ്ചേരി ഷെഫീഖും, സെൻട്രൽ താരങ്ങളായ ബ്ലാസ്റ്റേഴ്സ് താരം ജാസിമും ഉഗാണ്ട താരം ഡോഡിയും സഹീറും ബൂട്ട് കെട്ടുമ്പോൾ മറുവശത്ത് ഉദയ പറമ്പിൽ പീടികയ്ക്ക് വേണ്ടി ഗോൾ കീപ്പർ ആഷിഖും, സ്റ്റോപ്പർ ബാക്കിൽ കേരള യുണൈറ്റഡിന്റെ അബിനും, SBTയുടെ സുഭാഷും റിജിനും, സെൻട്രൽ ഉഗാണ്ട താരം വിൻസെന്റും, ലൈബീരിയൻ താരം ഡിനോ, KCBയുടെ അലനും കളിക്കളത്തിലിറങ്ങുമ്പോൾ പ്രേക്ഷകരെ നിന്ന് കത്തും. ആ പൊരിഞ്ഞ പോരാട്ടം, ആ കട്ട കിഞ്ചോടിഞ്ഞുള്ള മത്സരം നേരിൽ വീക്ഷിക്കാൻ വേണ്ടി കോട്ടക്കൽ അൽ അസർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്ന പുത്തൂർ പാടത്തെ ഫെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് കൃത്യം 8 മണിയോടെ എല്ലാ ഫുട്ബോൾ പ്രേമികളെയും സ്വാഗതം ചെയ്യുകയാണ് അൽ അസർ മനോഹരമായ ഫെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക്.